ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഉടനെ തന്നെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചന്ദ്രോദയം വീട്ടിൽ ഒരു പുതിയ പ്രശ്നം തന്നെ ഉടലെടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, രേവതി അന്ന് ഊരിക്കൊടുത്ത സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരാവശ്യത്തിന് വേണ്ടിയിട്ട് സച്ചിയും രേവതിയും ചോദിക്കുന്ന സമയത്ത് അതെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സ്വർണ്ണമായിരുന്നില്ല, എല്ലാം മുക്കുവണ്ടമായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ചന്ദ്രയും സുധിയും ശ്രുതിയും ഒക്കെയാണെന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് വെറുതെ പറഞ്ഞാൽ പോരല്ലോ, അത് തെളിയിക്കുകയും വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം സച്ചിയും രേവതിയും അതുപോലെ തന്നെ ശ്രീകാന്തും വർഷയൊക്കെ കൂടെയിട്ട് ആലോചിക്കുകയാണ്. അങ്ങനെ ഏത് വിധേനയും അത് പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് തന്നെ നമ്മുടെ സച്ചി ഇറങ്ങിത്തിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് തന്നെ സച്ചി ആണെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുമുണ്ട്. എന്താന്ന് വെച്ചാൽ രേവതിയുടെ സ്വർണം മോഷ്ടിച്ചവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സച്ചി ഒരു പൂജാരിയെ പോലെ വേഷം കെട്ടി വീട്ടിലൊരു നാടകമൊക്കെ കളിക്കുന്നുണ്ട്. ഒരു ജ്യോത്സ്യൻ തന്നതാണെന്നും പറഞ്ഞ് ഒരു മഞ്ഞത്തുണിയിൽ പൊതിഞ്ഞ ഒരു നാരങ്ങ കൊണ്ടുവന്നിട്ട് സ്വർണം മാറ്റിയ ആള് ഈ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടെന്നും ഈ നാരങ്ങ അവരെ കണ്ടെത്തുമെന്നും ഒക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്ന ചന്ദ്രമതിക്കും സുതിക്കും ശ്രുതിക്കും ഒക്കെ ആകെ ഒരു ഭയവും ആകുന്നുണ്ട്. എന്നാൽ രേവതിക്കാണെങ്കിലോ സച്ചിയുടെ ഈ ഒരു പ്രകടനത്തിലൊക്കെ എന്തൊക്കെയോ സംശയങ്ങളും തോന്നുകയാണ്. അങ്ങനെ സച്ചിയുടെ നാടകം തുടരുകയാണ് കേട്ടോ. മോഷ്ടിച്ച ആളുടെ മുഖം 24 മണിക്കൂറിനകം കോടി പോകുമെന്നും ഈ നാരങ്ങ അത് വെളിപ്പെടുത്തുന്നൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒക്കെ മൊത്തത്തിലങ്ങ് ഭയന്ന് വരച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് തന്നെ ചന്ദ്രമതി പൂജാമുറിയിൽ നാരങ്ങ വെക്കുന്നതൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അതും കൂടെ ആകുമ്പോഴേക്കും തന്നെ ചന്ദ്രമതിയോടുള്ള ആ ഒരു സംശയം എല്ലാവർക്കും കൂടുകയാണ്. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷമാണ് സച്ചി രേവതിയോട് ആ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. താൻ ഒരു സ്വാമിയെയും കണ്ടിട്ടില്ലെന്നും സച്ചിദാനന്ദൻ എന്ന ആ സ്വാമി താൻ തന്നെയാണെന്നും കടയിൽ നിന്ന് വാങ്ങിയ സാധാരണ നാരങ്ങ തന്നെയാണ് ഇതും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതെല്ലാം കള്ളനെ പിടിക്കാനുള്ള എൻ്റെ ഒരു നാടകമായിരുന്നു എന്നൊക്കെ ഉള്ളതിങ്ങനെ തുറന്ന് സമ്മതിക്കുകയാണ് നമ്മുടെ സച്ചി. ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ശ്രുതിക്കും ശ്രുതിക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും ഒക്കെ ഈ മന്ത്രവാദത്തിലൊക്കെ നല്ല വിശ്വാസമുള്ളതാണ്. ഭയങ്കര പേടിയുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ ഒരു ഭയം കാരണം ഇവരുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങളൊക്കെ പുറത്തു വരും എന്നൊക്കെ ഉള്ളത് അറിയാം. അതുകൊണ്ടാണ് സച്ചി ഇങ്ങനൊരു നമ്പർ ഇറക്കിയത്. എന്തായാലും സച്ചി വിശ്വസിച്ചതുപോലെ തന്നെ നാരങ്ങ കണ്ട് സുധിയും ചന്ദ്രമതിയൊക്കെ ഭയപ്പെട്ടിരിക്കുകയാണ്. ശ്രീകാന്തും വർഷയാണെങ്കിലും പിന്നീട് ഈ സച്ചിയുടെ തന്ത്രങ്ങളൊക്കെ അറിയുന്നുണ്ട്. സുധി കുടുങ്ങാൻ വേണ്ടിയിട്ട് തന്നെ അവരും കാത്തിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് സുധിക്കും ചന്ദ്രമതിക്കും രാത്രി ഉറക്കമില്ലാത്ത രാത്രികളായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചന്ദ്രമതിയാണെങ്കിലും ഇതിൻ്റെ പേരിൽ സുധിയെ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. കാരണം സുധി പറഞ്ഞിട്ടാണ് ചന്ദ്രമതി ആ സ്വർണ്ണമൊക്കെ എടുത്തു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് തന്നെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിലും സുധിയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നൊക്കെയുണ്ട്. അങ്ങനെ സച്ചി കളിച്ച നാടകം ഏറ്റതുകൊണ്ട് തന്നെ ആ ഒരു നാരങ്ങയെ ഭയന്നിട്ടാണെങ്കിലും ചന്ദ്രയും സുധിയൊക്കെ കൂടെ വേറൊരു ജ്യോത്സ്യനെ പോയി കാണുന്നുണ്ട്. ആ നാരങ്ങയുടെ ശക്തി നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു നാരങ്ങ കൊണ്ടുവന്ന് പൂജാമുറിയിലൊക്കെ വെക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ സച്ചിയെ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ സച്ചി അവിടെ വേറൊരു കെണിയാണ് ഒരുക്കിയത്. ഇവരെ പേടിപ്പിക്കാനായിട്ട് തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ നാരങ്ങയിൽ ഒരു നൂല് കെട്ടിയിട്ട് സുധിയുടെ റൂമിലേക്കൊക്കെ ഇട്ടിട്ട് സുധിയെ ഭയപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. ഇതോടുകൂടി തന്നെ ചന്ദ്രമതിയും സുധിയും ആ നാരങ്ങകളെല്ലാം വീട്ടിൽ നിന്ന് എടുത്ത് കളയാനൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവർ പൂജാമുറിയിൽ നിന്ന് നാരങ്ങയൊക്കെ ആയിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് സച്ചിയും മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരും ചേർന്ന് അവരെ കൈയോട് പിടികൂടുന്നത്. സ്വർണം മോഷ്ടിച്ചത് അവരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഇങ്ങനെ ഒരു കെണി ഒരുക്കിയിരുന്നത്. അതിൽ അവർ ചെന്ന് ചാടുകയും ചെയ്തു. അങ്ങനെ എല്ലാവർക്കും സത്യങ്ങളെല്ലാം മനസ്സിലാവുന്നുമുണ്ട്. കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ വീട്ടിൽ ഇത്തരം സാധനങ്ങളൊക്കെ വെക്കുന്നത് ദോഷമായതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത് കളയാൻ തീരുമാനിച്ചെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ നാരങ്ങയ്ക്ക് ഒരു മന്ത്രശക്തി ഇല്ലെന്നും കള്ളനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് താൻ ഒരുക്കിയ കെണിയാണ് ഇതെന്നും ഒക്കെയുള്ള കാര്യം സച്ചി എല്ലാവരുടെ മുമ്പിൽ വെച്ച് വെളിപ്പെടുത്തുകയാണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. ഉടനെ തന്നെ രവിയും സച്ചിയും ഇവരെ ചോദ്യം ചെയ്യുകയാണ്. പല കള്ളങ്ങൾ പറഞ്ഞ് സുധി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ രേവതിയുടെ സ്വർണം വിറ്റ് പകരം മുക്കുപണ്ടം വെച്ചത് താനാണെന്ന് ശ്രുതി എല്ലാവരുടെ മുമ്പിൽ ഏറ്റു പറയുകയാണ്. അതോടൊപ്പം ഈ ആശയം തനിക്ക് പറഞ്ഞു തന്നത് അമ്മ ചന്ദ്രമതിയാണെന്നുള്ള കാര്യം കൂടെ ശ്രുതി വെളിപ്പെടുത്തുന്നുണ്ട്. അതോടുകൂടി തന്നെ ചന്ദ്രയും ഈ ഒരു കുറ്റത്തിൽ പങ്കാളിയാണെന്നുള്ളത് മനസ്സിലാവുകയാണ് എല്ലാവർക്കും. ശ്രുതി ഒരിക്കലും തന്നെ ഒറ്റിക്കൊടുക്കുകയില്ലെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ചന്ദ്രമതിക്ക് ഈ ഒരു വെളിപ്പെടുത്തൽ മൊത്തത്തിലൊരു ഞെട്ടലുണ്ടാക്കി. എന്തായാലും ശ്രുതിയും കൂടെ ചേർന്ന് നടത്തിയ ഈ ഒരു തട്ടിപ്പും കൂടെ വീട്ടിൽ മൊത്തത്തിൽ വലിയൊരു പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ സ്വർണ്ണമെല്ലാം പണയം വെച്ചെന്നുള്ളൊരു കാരണം ശ്രുതി പറയുന്നുണ്ടെങ്കിലും അതൊന്നും ആർക്കും അങ്ങോട്ടേക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. സച്ചിക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ. സച്ചി ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, ഈ തട്ടിപ്പ് നടത്തിയതിൽ ഈ വീട്ടിൽ ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്തവനെ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നുണ്ട്. വർഷയാണെങ്കിലും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്കെന്തായാലും ഇപ്പം സന്തോഷമായി.
ഒരു ലെമൺ വെച്ചപ്പോഴേക്കും തന്നെ നിങ്ങളത് സത്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. പാവം ആ രേവതി ചേച്ചിയുടെ സ്വർണ്ണങ്ങളൊക്കെ വിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ശരിക്കും ഇത് നിങ്ങൾ ചീറ്റിംഗ് അല്ലേ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ വർഷ ചോദിക്കുന്നുണ്ട്. വർഷ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ചന്ദ്രമതിക്കും ശ്രുതിക്കും ശ്രുതിക്കും ഒന്നും മറുപടി പോലും പറയാനില്ലായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും തന്നെ രേവതിക്കാണെങ്കിലും നല്ല സങ്കടമൊക്കെ ആവുകയാണ് ട്ടോ. അമ്മ തന്നെ വഞ്ചിച്ചതിൽ രേവതിക്ക് നല്ല ദുഃഖവുമുണ്ട്. തൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണ്ണമെല്ലാം മുക്കുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അമ്മ തന്നെ കരയിച്ച കാര്യങ്ങളെല്ലാം ഈ ഒരു സാഹചര്യത്തിലെ രേവതി അവിടെ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി നുണകൾ പറഞ്ഞു കൂട്ടുകയാണെന്നുള്ളത് സച്ചിയും തുറന്നടിക്കുന്നുണ്ട്. സച്ചിയുടെ വാക്കുകളും അതുപോലെ തന്നെ രേവതിയുടെ ആ സങ്കടവും എല്ലാം നമ്മുടെ രവീന്ദ്രനെയും ചൊടിപ്പിക്കുകയാണ്. രവീന്ദ്രനാണെങ്കിലും ശ്രുതിയെ തല്ലാനൊക്കെ ഓങ്ങുകയാണ്. അപ്പോഴേക്കും ശ്രുതിയും ചന്ദ്രയൊക്കെ കൂടെ രവീന്ദ്രനെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത രവീന്ദ്രനാണെങ്കിൽ ചന്ദ്രമതിയുടെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ്. ശ്രുതിയുടെ നേർക്കും നല്ലോണം ദേഷ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഈ ഒരു സംഭവത്തോടു കൂടി വീട്ടിലെ സമാധാനം മൊത്തത്തിൽ ഇല്ലാതാവുകയാണ്. സച്ചിയാണെങ്കിൽ അതിനുശേഷം രവീന്ദ്രനെ ചെന്ന് സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് പറയും, അമ്മ ഇവന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് അമ്മയെ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി ഇവൻ്റെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് സുധിയുടെ നേർക്ക് കൈ ചൂണ്ടിയിട്ട് സുധിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട് സച്ചി, ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചതെങ്കിലും നിന്റെ ഭാര്യ വലിയ വീട്ടിലെ ഒരു പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് നീ എന്നെ കളിയാക്കിയിരുന്നില്ലേ? എന്നിട്ടിപ്പം എൻ്റെ ഭാര്യയുടെ സ്വർണം തന്നെയാ നീ ഇപ്പം എടുത്തത്. നിന്റെ അഭിമാനമൊക്കെ എവിടെ പോയടാ മോനെ സുധി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് സച്ചിക്കാണെങ്കിലും ദേഷ്യം പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സുധിയുടെ കാരണത്തിനിട്ടും നമ്മുടെ സച്ചി നല്ലൊരു അടി വെച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്താണ് സച്ചിയെ പിടിച്ച് മാറ്റുന്നത്. ശ്രുതിയാണെങ്കിലും ഇതിൻ്റെ ഇടയിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഓരോരുത്തരെ മാറി മാറി എൻ്റെ ശ്രുതിയെ മാത്രം എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? ഇവൻ ചെയ്ത തെറ്റിന് ഇവനെ അടിക്കാതെ പിന്നെ എന്നാ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മുടെ സച്ചിയും ചോദിക്കുകയാണ്. രേവതിയാണെങ്കിലും ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴെങ്കിലും നിന്റെ ഭർത്താവ് ചെയ്ത തെറ്റായിട്ട് നിനക്ക് തോന്നില്ലെന്ന് ചോദിക്കുകയാണ്. വർഷയാണെങ്കിലും ചോദിക്കുന്നുണ്ട്, ചേച്ചിക്കാണെങ്കിലും ഈ വിഷയമൊക്കെ നേരത്തെ അറിയാമായിരുന്നോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിലും പറയുന്നുണ്ട്, ഒരു ദിവസം മുമ്പ് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. സച്ചിയാണെങ്കിലും പറയുന്നുണ്ട്, 3 പേരും ഒറ്റ കെട്ടാന്നേ. ഇവരുടെ 3 പേരുടെയും വായിൽ നിന്ന് വരുന്നതെല്ലാം വെറും നുണകളാ. ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കാണെങ്കിലും നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. എനിക്ക് ഈ കാര്യങ്ങളെല്ലാം മുമ്പേ അറിയാമായിരുന്നെങ്കിൽ ഞാനിത് ഉറപ്പായിട്ടും തടഞ്ഞേനെ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി സ്വയം ന്യായീകരിക്കുകയാണ്. സച്ചി ചോദിക്കുന്നുണ്ട്, ഇവനെ പ്രസവിച്ച എൻ്റെ അമ്മ പോലും ഇവന് വേണ്ടി സംസാരിക്കുന്നില്ല. പിന്നെ നീ എന്തിനാടി ഇവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ശ്രുതി പിന്നെയും എന്തൊക്കെയോ സച്ചിയുടെ നേർക്ക് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും തന്നെ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇനി നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത്, മിണ്ടാതിരിക്കുന്ന നിനക്ക് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ ഇതേ ചൊല്ലി തന്നെ രേവതിയും ശ്രുതിയും തമ്മിൽ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ശ്രുതിയാണെങ്കിലും ശ്രുതിയുടെ പ്രവർത്തികളെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ പറ്റിക്കപ്പെടേണ്ടി വരുന്നതുകൊണ്ടാണ് എൻ്റെ ശ്രുതിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതിക്ക് പറയേണ്ടി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് രേവതിയാണെങ്കിലും ചോദിക്കുന്നുണ്ട്, അന്ന് 500 മാലകൾ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ആരുടെയെങ്കിലും സാധനം എടുത്തിരുന്നോ? ഞങ്ങൾ നേരായ മാർഗം ഉപയോഗിച്ച് തന്നെയല്ലേ ആ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ സ്വർണം എടുക്കുന്നത് ശരിയാണോ ശ്രുതി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും അവരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോലും ശ്രുതിയാണെങ്കിൽ രേവതിയെ പുച്ഛിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നിനക്ക് നിന്റെ സ്വർണ്ണമാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് ഞാൻ നിനക്ക് തിരികെ തരാം. സ്വർണം തിരികെ തന്നാൽ എല്ലാം ശരിയാവുമോ എന്നൊക്കെ ഇങ്ങനെ രേവതിയും തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് വരുന്ന ചന്ദ്രമതി ആണെങ്കിലും തർക്കത്തിനിടയിൽ കയറി രേവതിയെ പരിഹസിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഓ, നിന്റെ സംസാരം കേട്ടാൽ തോന്നും അതെല്ലാം നീ കൊണ്ടുവന്നാണെന്നുള്ളത്. ഇവിടുന്ന് കൊണ്ടുപോയ കാശിൽ നിന്ന് തന്നെ വാങ്ങിയ സ്വർണ്ണമല്ലേടി അതെല്ലാം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഇതുപോലുള്ള പ്രവർത്തികളൊക്കെ ചെയ്തു വെച്ചിട്ട് രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രനാണെങ്കിലും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രവീന്ദ്രനാണെങ്കിലും ഉടനെ പറഞ്ഞു പോകുന്നുണ്ട്, ചന്ദ്രേ, നീ എന്നാലും ഒരു പെണ്ണ് തന്നെയാണോടി? നീ എന്നെങ്കിലും ശ്രുതിക്ക് നല്ലൊരു അമ്മയായിട്ട് നിന്നിട്ടുണ്ടോ? നീ അവനെ പഠിപ്പിച്ചത് മോഷണവും കള്ളത്തരവും തന്നെയാ. അവൻ്റെ കയ്യിൽ നിന്ന് പണം പോയതിന് നീ എന്തിനാടി രേവതിയുടെ സ്വർണം വിറ്റത്? എന്നിട്ട് രേവതിയുടെ അമ്മയുടെ പേരിലും എൻ്റെ അമ്മയുടെ പേരിലും കുറ്റം ചുമത്തിയിട്ടുണ്ട് നീ. നിന്നെപ്പോലെ ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ തന്നെ എനിക്കിപ്പോൾ ഭയമാണ്. നിന്റെ മകന് വേണ്ടിയിട്ട് നീ എന്തും ചെയ്യും എന്നുള്ള കാര്യം ഓർത്തിട്ട് എനിക്ക് തന്നെ ഇപ്പോൾ ഭയമാകുകയാണ്. എന്തായാലും അന്ന് രവീന്ദ്രൻ്റെ മറ്റൊരു മുഖമാണ് നമ്മുടെ ചന്ദ്രക്ക് അവിടെ കാണുന്നത്. ചന്ദ്രമതിക്കാണെങ്കിലും വല്ലാത്ത സങ്കടമാകുന്നുണ്ട്. കരഞ്ഞോട് തന്നെ ചോദിക്കുന്നുണ്ട്, അതിന് മാത്രം ഞാൻ എന്താ രവിയേട്ടാ ചെയ്തതെന്ന്. അപ്പം രവി പറയുന്നുണ്ട്, നീ ചെയ്ത തെറ്റ് തന്നെയാ ചന്ദ്രേ. ഇനി ഞാൻ നിന്നോട് ഒരിക്കലും സംസാരിക്കില്ല. നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും വാങ്ങി കുടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രവീന്ദ്രൻ. തുടർന്ന് ചന്ദ്രമതി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ചന്ദ്രനെ തള്ളി മാറ്റിയിട്ടിട്ട് രവീന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. എൻ്റെ കൺമുമ്പിൽ പോലും നിന്നെ ഇനി കണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്.
എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് കേട്ടോ ചന്ദ്ര. താൻ തൻ്റെ മകന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തിട്ടും അതാരും ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി കരഞ്ഞുകൊണ്ട് തന്നെ മുറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിലും മുറിയുടെ വാതിലൊക്കെ അടച്ചിട്ട് അകത്ത് കയറി ഇരുന്നതോടെ വീട്ടിലുള്ള എല്ലാവരും പരിഭ്രാന്തരാകുന്നുണ്ട്. എല്ലാവർക്കും ടെൻഷനും ആകുന്നുണ്ട്. ചന്ദ്രമതിയോട് ഇത്രയും നാളും വലിയ മോശമില്ലാത്ത രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന രവിയാണെങ്കിലും പെട്ടെന്ന് ഇത്രയും ദേഷ്യത്തോടെ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും അതൊരു ഷോക്കാവുകയാണ്. ചന്ദ്രമതി വാതിലടച്ച് മുറിക്കകത്തോട്ട് കയറി പോയപ്പോഴേക്കും തന്നെ ശ്രുതിയും കൂടെ ചേർന്നിട്ട് അമ്മയെ പുറത്തോട്ട് ഇറങ്ങി വാ അമ്മേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട്. അച്ഛൻ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, വാതിൽ തുറക്ക്, നമുക്ക് സംസാരിച്ച് ശരിയാക്കാം എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്തും പറയുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്ത് ആണെങ്കിലും ശ്രുതിയോട് ചൂടാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ശ്രുതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കാണെങ്കിലും വിഷമം വരുന്നുണ്ട്. അമ്മേ അമ്മ ഇതൊക്കെ കേൾക്കുന്നില്ലേ? ഞാൻ കാരണമാണ് എല്ലാവരും അമ്മയെ ചീത്ത വിളിക്കുന്നത്. അതുകൊണ്ട് ദയവായി വാതിൽ തുറക്കമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിലും കതകിൽ മുട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് പോലും ചന്ദ്രമതി വാതിലൊന്നും തുറക്കുന്നില്ല കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിലും ഈ വിവരം പറയാനായിട്ട് രവീന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അമ്മ വാതിൽ തുറക്കുന്നില്ല, അതുകൊണ്ട് അച്ഛൻ ചെന്ന് അമ്മയോട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടണമെന്നും ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്നാൽ രവീന്ദ്രനാണെങ്കിലും നല്ല കലിപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. ശ്രീകാന്ത് പറയുന്ന ഒന്നും കേൾക്കാൻ പോലും കൂട്ടാക്കാതെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ്. ശ്രുതിയാണെങ്കിലും ആ സമയത്ത് വന്നിട്ട് രവീന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛൻ ചെന്ന് വിളിച്ച അമ്മ എന്തായാലും വാതിൽ തുറക്കും, അതുകൊണ്ട് ഒന്ന് ചെല്ലച്ചാ, അച്ഛനൊന്ന് അമ്മേനെ വിളിക്കച്ചാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴും നമ്മുടെ രവീന്ദ്രനാണെങ്കിലും ശ്രുതിയെ മാറ്റി തള്ളിവിടുകയാണ്. എന്നിട്ട് മുഖം ധരിച്ച് നിൽക്കുകയാണ് കേട്ടോ. രേവതിക്കും സജ്ജിക്കുമാണെങ്കിലും ചന്ദ്രമതി വാതിൽ തുറക്കാത്തതിൽ ഒരേപോലെ തന്നെ ആശങ്കയിൽ നിൽക്കുകയാണ്. അവർ രണ്ടുപേരും പറഞ്ഞാലും അത് അത്രയും പോലും വകവയ്ക്കില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. കാരണം അവരോട് അത്രയും ദേഷ്യമുണ്ടല്ലോ അവർക്ക്. നമ്മൾ പോയി വിളിച്ചു കഴിഞ്ഞാൽ അവർ വാതിൽ തുറക്കാതിരിക്കുകയേ ചെയ്യുള്ളൂ. എന്തായാലും അവരാണെങ്കിലും അവിടെ ചെന്ന് ഒരുപാട് ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ശ്രീകാന്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുന്ന വർഷികാണെങ്കിലും അത് വിഷമാവുന്നുണ്ട്. അപ്പോഴേക്കും വർഷയാണെങ്കിലും ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ഇത്രയ്ക്ക് ടെൻഷൻ ആവുന്നേ? ആൻറ്റി ദേഷ്യത്തിൽ പോയി ഇരിക്കുകയല്ലേ, ആൻറ്റി വിശക്കുമ്പോൾ എന്തായാലും പുറത്തോട്ട് ഇറങ്ങി വരും എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പരിഹസിച്ച് പറയുകയാണ് കേട്ടോ. എന്തായാലും വർഷയുടെ ആ ഒരു പരിഹാസ വർത്താനം നമ്മുടെ ശ്രീകാന്തിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ശ്രീകാന്ത് ആണെങ്കിലും ദേഷ്യപ്പെടുന്നുണ്ട്. വർഷയോട് മിണ്ടാതിരിക്കാൻ പറയുകയാണ്. അങ്ങനെ ശ്രീകാന്ത് സച്ചിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ അച്ഛനോട് അമ്മയെ വിളിക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അച്ഛൻ എന്തായാലും വിളിക്കും, അതുകൊണ്ട് അങ്ങനെ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് പറയുന്നത് കേൾക്കാൻ ഒരുങ്ങിയാണ് കേട്ടോ സച്ചി ആണെങ്കിലും ചെന്നിട്ട് അച്ഛനോട് ചെന്ന് പറയുന്നുണ്ട്. എന്നാൽ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് അവനെ വിളിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ചെന്ന് വിളിച്ചോ. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിലും പറയുന്നുണ്ട്, അച്ഛൻ്റെ ദേഷ്യം ഒന്ന് ഒതുക്ക്. അച്ഛൻ എപ്പോഴും പറയാറില്ലേ സമാധാനത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണണം എന്നുള്ളത്, പിന്നെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ആണെങ്കിലും പറയുന്നുണ്ട്, അങ്ങനെ നോക്കിയും കണ്ടും ചെയ്തുകൊണ്ടാ ഇപ്പം തലയിൽ കയറി ഇറങ്ങി ആടാൻ തുടങ്ങിയത്. ഇത്രയും നാളും ഞാൻ ഇതൊക്കെ വേണ്ടാന്ന് വെച്ച് ഒന്നും മിണ്ടാതിരുന്ന എന്താണെന്നറിയാമോ? കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതെന്നും എല്ലാവരും ഒത്തൊരുമയോട് പോകണമെന്നും ഞാൻ വിചാരിച്ചു. അവൾ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ സഹിച്ചു. എന്നിട്ട് പോലും അവൾ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവളാണ് അവൾ. എന്നിട്ടും അവൾ കാണിക്കുന്ന പണികളൊക്കെ കണ്ടില്ലേ? ഒരു ദിവസം അവളുടെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്നൊക്കെ ഞാനും വിശ്വസിച്ചു. പക്ഷെ എന്തായാലും അവളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോടില്ല. മുമ്പ് ഞാൻ അറിയാതെ വീടിൻ്റെ ആധാരം അവൾ പണയം വെച്ചു. ഇപ്പോൾ ദേ രേവതിയുടെ സ്വർണം വിറ്റു. ഇതൊന്നും എനിക്ക് പുറത്തു കൊടുക്കാൻ പറ്റില്ല സച്ചി. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെയല്ലേ അവളുടെ നടപ്പ്. ഇതൊന്നും പോരാഞ്ഞിട്ട് പാവം ആ രേവതിയുടെ അമ്മയും എൻ്റെ അമ്മയും അവൾ പഴിചാരാൻ ശ്രമിച്ചു. രവീന്ദ്രൻ ഇതെല്ലാം പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴേക്കും തന്നെ രേവതിയാണെങ്കിലും പറയുന്നുണ്ട്, അതൊക്കെ മനസ്സിലായി അച്ഛാ. പക്ഷെ അമ്മയെ നമുക്കറിയാവല്ലോ. ശ്രുതിക്ക് വേണ്ടിയിട്ട് അമ്മ എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്ക് തോന്നുന്നത് ഈ സ്വർണം വിൽക്കാനുള്ള ആശയം പറഞ്ഞു കൊടുത്തത് തന്നെ ശ്രുതിയായിരിക്കും. ശ്രുതി പറയുന്നത് കേട്ട് ചെയ്യാൻ അവർക്ക് എന്താ തലയിൽ കളിമണ്ണാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പിന്നെയും രവീന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛൻ്റെ ദേഷ്യം ന്യായമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് എന്തിനാ അച്ഛാ ദേഷ്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രനാണെങ്കിലും പറയുന്നുണ്ട്, അത് പിന്നെ മോളെ, ഈ സമയത്ത് ഞാൻ ദേഷ്യം കാണിച്ചില്ലെങ്കിലേ ഈ വീട്ടിൽ ഞാൻ ഉള്ളതും ഇല്ലാത്തതും ഒരേപോലെ ആയിപ്പോകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവൾ എന്ത് തെറ്റ് ചെയ്താലും എല്ലാം ക്ഷമിച്ച് വിട്ടാൽ എന്നെ വേണം ഇതെല്ലാം പറയാൻ. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ തറപ്പിച്ച് പറയുകയാണ് കേട്ടോ രവീന്ദ്രൻ. അങ്ങനെ പിണങ്ങ റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണ് നമ്മുടെ ഒരു ചന്ദ്രയും. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.